പ്രിയപ്പെട്ട വായനക്കാരെ, ഇത് വളരെ വലിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഒരു പറ്റം എഴുത്തുകാരുടെ ഇത് പുതിയ സൃഷ്ടികൾ ഇന്ന് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് മലയാളത്തിലെ ഏറ്റവും വലിയ പുസ്തക പ്രസാധകരായ DC ബുക്സ് വഴി. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഏതാണ്ട് 95% ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ വെച്ച് ബാക്കി എൻ്റെ എല്ലാ പുസ്തകങ്ങളും DC ബുക്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ബന്ധം വളരെ പഴയതാണ്. ഒരുപക്ഷെ 1985-86 തൊട്ട് തുടങ്ങുന്നതാണ്. എനിക്ക് എൻ്റെ തന്നെ പ്രസാധനം നിലച്ചുപോയൊരു പുസ്തകം ചൂളമേടിലെ ശവങ്ങൾ കണ്ടെത്തി ആദരണീയനായ ശ്രീ DC കിഴക്കേമുറി അത് വീണ്ടും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനുശേഷം ഒരു നീണ്ട ബന്ധം അദ്ദേഹമായിട്ടും അദ്ദേഹത്തിൻ്റെ കാലശേഷം ശ്രീ രവി DC-യുമായിട്ട് ഞാൻ പുലർത്തുന്നു. ഇത്തരം അഗാധ ബന്ധങ്ങൾ ഒരു എഴുത്തുകാരനും പ്രസാധകനുമായിട്ട് നിലനിൽക്കുന്നത് ലോക സാഹിത്യത്തിൽ അത്ര അസാധാരണമല്ല. പക്ഷേ ഇന്ത്യയിൽ എന്തോ അത് അധികം കാണാത്തൊരു കാര്യമാണ്. ഇന്ന് പ്രസിദ്ധീകരിച്ച ഈ ഭീമച്ചൻ എന്ന പുസ്തകം കഴിഞ്ഞ 10 വർഷങ്ങളിലായി ഞാൻ എഴുതിയ 7 കഥകളുടെ സമാഹാരമാണ്. എഴുത്ത് കുറഞ്ഞുപോയി ഒന്നും തോന്നുന്നില്ല, തോന്നിയപ്പോഴേ എഴുതിയിട്ടുള്ളൂ. അത് ഒരു കനം വച്ചപ്പോൾ ഒരു എന്താ പറയുക, വയബിൾ ആയിട്ടുള്ളൊരു പുസ്തക രൂപമായപ്പോൾ അത് ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇതിന് ഞാൻ DC ബുക്കിനോടും ഇത് പ്രകാശനം ചെയ്ത എൻ്റെ പഴയ സുഹൃത്ത് സച്ചിയാനന്ദനോടും ഏറ്റുവാങ്ങിയ യുവ സാഹിത്യകാരി സിത്താരയോടും എൻ്റെ നന്ദി, നമസ്കാരം. ശ്രീ സച്ചിദാനന്ദൻ, വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ, ഞാൻ വളരെ ചുരുക്കം വാക്കുകളിൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. കേരളത്തെ ഏറെക്കാലമായി കേരളത്തെ പുറത്ത് നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോഴെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, പല കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാര്യം ഇവിടുത്തെ ശക്തമായ പ്രസാധക രംഗമാണ്. ഇന്ന് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 5 പ്രസാധകരിൽ ഒന്ന് കേരളത്തിൽ നിന്നുള്ള DC ബുക്സാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഹിന്ദി സംസാരിക്കുന്നവരുടെ ജനസംഖ്യ ഏതാണ്ട് 53 കോടി ജനങ്ങളാണ്. അതായത് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 15 ഇരട്ടി. അതിനുശേഷം ഒരു രാജ്യാന്തര ഭാഷയായ ബംഗാളി സംസാരിക്കുന്നവർ ഏതാണ്ട് 10 കോടി ആളുകളുണ്ട്. പിന്നെ മറാത്തി. ഈ ഭാഷകൾക്കൊന്നും സാധിക്കാത്ത ഒരു വലിയ വിപ്ലവമാണ് കേരളത്തിൽ സാധിച്ചിരിക്കുന്നത്. അതിനൊരു പക്ഷേ തിരികൊളുത്തിയ ചരിത്ര മുഹൂർത്തം 1945 DC കിഴക്കേമുറിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ NBS ആയിരിക്കും.
കാരണം NBS കൂടിയാണ് ചെറുതും വലുതുമായ മലയാള പ്രസാധക രംഗത്തിന് ഒരു ഒരു ടെംപ്ലേറ്റ്, ഒരു രൂപരേഖ ലഭിക്കുന്നത്. പക്ഷേ ഇത്തരം സംഘടനകൾ ഇത് പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമാണ്. അവ വൃദ്ധിക്ഷയങ്ങളിൽ കൂടി കടന്നു പോവും. അത് പ്രൊഫഷണലൈസ് ചെയ്യാനുള്ള വൈമുഖത കാണിക്കും. സമയത്താണ് 1974 DC കിഴക്കമൂരി DC ബുക്സ് ആരംഭിക്കുന്നത്. അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. T. രാമലിംഗപിള്ളയുടെ ശൈലി നിഘണ്ടു. അന്ന് അതിന് 15 രൂപയായിരുന്നു. കാരണം കേരളത്തിന് വെളിയിൽ താമസിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വാങ്ങിച്ചിരുന്നത് നിഘണ്ടുക്കളും മറ്റുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആരംഭിച്ച് ഇത് മലയാള സാഹിത്യത്തെ എങ്ങനെ മാറ്റി എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. ആ സമയത്ത് സാഹിത്യ SPCS ഉണ്ടായിരുന്ന സമയത്ത്, അതിന് മുമ്പുണ്ടായിരുന്ന സാഹിത്യ അന്തരീക്ഷം തികച്ചും വരട്ട് തത്വവാദത്തിൻ്റെ കൈപ്പിടിയിലായിരുന്നു. തകഴിയും കേശവദേവും മറ്റും അവരുടെ സാഹിത്യ കൃതികളുടെ രാഷ്ട്രീയ മൂല്യത്തിൻ്റെ പേരിൽ തുടർച്ചയായി ആക്രമിക്കപ്പെട്ടു. കേശവദേവന് ശാരീരികമായിട്ട് പോലും ആക്രമിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തകഴി പറയുന്നത്, എനിക്കിത് മതിയായി, എനിക്കൊരു വീട് വേണം. അങ്ങനെ തകഴി കോട്ടയത്ത് ചെന്നിരുന്ന് 3 ആഴ്ച കൊണ്ട് ചെമ്മീൻ എഴുതി തീർക്കുന്നു. ഇതിന് ധൈര്യം എവിടുന്ന് കിട്ടി? ഇതിന് ധൈര്യം ഒരുപക്ഷെ കൊടുത്തത് ആ പുസ്തകം വെളിച്ചം കാണുമെന്നും അത് നിരവധി മലയാളികളുടെ കയ്യിലെത്തും എന്നുള്ളൊരു ഉറപ്പ് DC കിഴക്കമുറി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ അധികം ദീർഘിക്കുന്നില്ല. എനിക്ക് രവി DC-യോടും മലയാള സാഹിത്യകാരന്മാരുടെ പേരിലൊരു നന്ദി പറയാനുണ്ട്. ഇന്ത്യയിൽ മറ്റെങ്ങും ഇല്ലാത്ത രീതിയിൽ ഒരു മലയാള സാഹിത്യകാരൻ ആക്രമിക്കപ്പെട്ടപ്പോൾ, മതരാഷ്ട്രീയക്കാർ ആക്രമിക്കപ്പെട്ടപ്പോൾ വളരെ പാരമ്പര്യമുള്ള ഒരു വാരിക അദ്ദേഹത്തിൻ്റെ നോവൽ പകുതിക്ക് വെച്ച് നിർത്താൻ നിർബന്ധിതരായി. അത്രയ്ക്ക് രൂക്ഷമായിരുന്നു ആക്രമണം. ആ സമയത്ത് S. ഹരീഷിൻ്റെ മീശ പ്രസിദ്ധീകരിക്കാൻ രവിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കാണിച്ച ധൈര്യത്തിന് മലയാളി സാഹിത്യകാരന്മാരും വായനക്കാരും എന്നും കടപ്പെട്ടിരിക്കുന്നു. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം.